ഇന്ന് ഇഫ്താറിന് ചെമ്മീൻ ബിരിയാണി ആയാലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നെയ്യൊക്കെ ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് മാളൂട്ടിക്ക് പറഞ്ഞ് ചിരിക്കാനുള്ളതായി. അപ്പോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ പാകത്തിന് അളന്ന് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരി കഴുകിയിട്ടിടാം. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും അരി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഞാൻ ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളർ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ റൈസും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ചെമ്മീൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും പിന്നെ അതിൽ കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും മല്ലിച്ചപ്പും പുതിനയും ഒക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഓവർ എരിവ് വേണ്ടാന്ന് കരുതിയിട്ടാണ്. മാളൂട്ടിക്ക് കഴിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കുക. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ബിരിയാണി മസാല, ഗരം മസാല, തൈര് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രൈ ചെയ്ത് ചെമ്മീൻ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല, കുറച്ച് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാം ഈ മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയിൽ സത്യം പറഞ്ഞാൽ തപ്പിയിട്ട് കിട്ടില്ല. ചെമ്മീൻ ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒന്നും പോലെയല്ലല്ലോ. അപ്പോൾ ചെമ്മീൻ ഞാൻ ഫ്രൈ ചെയ്തതിന് പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോഴാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. പാത്രം തുറന്നപ്പോൾ ബിരിയാണീൻ്റെ സ്മെല്ല് അടിച്ചപ്പോൾ തന്നെ ഏകദേശം ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് കൺഫർമേഷൻ പറയാം. മാളൂട്ടിയാണെങ്കിൽ ബിരിയാണി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി നല്ല പാകത്തിന് വേവും മസാലയൊക്കെ ആയിട്ട് കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ, നമ്മളിട്ട ചെമ്മീനൊക്കെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് ചെമ്മീൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ തൈരും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.